ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി നമ്മൾ ഫ്രം ദി വെരി ബിഗിനിങ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചു വരികയാണ്. നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് നിരന്തരം പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെർസിവറൻസ് ഈസ് ദി സീക്രട്ട് ഓഫ് സക്സസ്. സ്ഥിരോത്സാഹമാണ് വിജയത്തിലേക്കുള്ള സുനിശ്ചിതമായ മാർഗം. അതുകൊണ്ട് എപ്പോഴും സ്ഥിരോത്സാഹികളായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ പരിശ്രമം അവസാനിക്കുന്നതുവരെ നിങ്ങൾ പരാജയപ്പെടുന്നില്ല. ഇതെൻ്റെ വാക്കുകളല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് പരിശ്രമം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലും മടുപ്പ് തോന്നി അല്ലെങ്കിൽ മടി തോന്നി ഏറ്റെടുത്ത കർത്തവ്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വിളിക്കും പരാജിതർ എന്ന് വിളിക്കും. ഏറ്റെടുത്ത കർത്തവ്യം ഏത് ത്യാഗവും സഹിച്ച് അത് വിജയകരമായി ഞാൻ പൂർത്തിയാക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഞാൻ വിളിക്കും വിജയികളെന്ന്. കൂട്ടുകാരെ, എല്ലാവരും വിജയികളായി തന്നെ മാറുക. ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ചത് അതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അതിൻ്റെ കുറേ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ചോദ്യങ്ങൾ സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ വിശാലമായ ഒരു ഏരിയയാണ് കവർ ചെയ്തത്. അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു ക്ലാസ്സായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ മാറും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ ഉത്തമ വിശ്വാസത്തോടു കൂടി ഞാൻ ആരംഭിക്കുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദി ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻഡ് ഹൗ മെനി പാർട്സ്? ആരും പറയും, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ദി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻഡ് ഹൗ മെനി പാർട്സ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടക്കത്തിൽ നിലവിൽ വന്നപ്പോൾ എത്ര ഭാഗങ്ങളുണ്ടായിരുന്നു? എത്ര ഭാഗങ്ങളുണ്ടായിരുന്നു? 20 ആണോ, 18 ആണോ, 22 ആണോ, 25 ഇവിടെ 22ഉം 25ഉം കിടക്കുന്നതുകൊണ്ട് ചിലർക്കൊരാശയക്കുഴപ്പമുണ്ടാകാം, പക്ഷെ നിങ്ങൾക്കാർക്കും ഉണ്ടാകില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ 22. സി ആണ് ഓപ്ഷൻ 22. ഒരു സംശയവും വേണ്ട. 25 പ്രസൻറ്റ് കണ്ടീഷനാണ്. ക്ലിയർ അല്ലേ? അതിൽ വേറെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. നോക്കൂ, ദി പ്രസൻറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് ഹൗ മെനി ഷെഡ്യൂൾസ് എന്നാണ്. പാർട്ടല്ല, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനും അല്ല. നിലവിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? എത്ര ഷെഡ്യൂളുകളുണ്ട് നിലവിൽ? ഞാൻ പറയേണ്ടതില്ലല്ലോ. തുടക്കത്തിൽ 8 ഉണ്ടായിരുന്നു. അതിപ്പോൾ 12 മാറി. 9, 10, 11, 12 അങ്ങനെ 4 ഷെഡ്യൂളുകൾ 4 ഭരണഘടനാ ഭേദഗതിയിലൂടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ ഉൾപ്പെടുത്തിയതൊക്കെ ഞാൻ വിശദമായി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇതിൻ്റെ ആൻസർ അറിയാം. നിലവിലെ അവസ്ഥ 12 12 ഷെഡ്യൂളാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. സംശയമില്ല. ക്ലിയറായി. അതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഈ ചോദ്യം പറയുമ്പോഴേ നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെ ആൻസർ. കാരണം നമ്മൾ ഇത്രയും പഠിച്ചതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇനി ഞാൻ പറയാത്ത കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾ വരും. നമ്മൾ പറയാത്ത ചില ജനറൽ ഏരിയകളും ഇതിനകത്ത് വരും. അത് നമുക്ക് ഞാനത് എത്തുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. 3rd ചോദ്യം: ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഐഡിയാസ് ഓഫ് ഫെഡറൽ സ്ട്രക്ചർ ഫ്രം വിച്ച് ഡോക്യുമെൻറ്റ്? ഫെഡറൽ എന്താണ് ഐഡിയ അല്ലെങ്കിൽ ഫെഡറൽ സ്ട്രക്ചർ ഫ്രം വിച്ച് ഡോക്യുമെൻ്റ്? ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫെഡറൽ സംവിധാനം കടം വാങ്ങിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ കാനഡയാണ്. നമ്മൾ പഠിച്ചു ഇല്ലേ?
പക്ഷേ ഇവിടെ രാജ്യമല്ല ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ദി ഐഡിയ ഓഫ് ഫെഡറൽ സ്ട്രക്ചർ. എന്തായിരിക്കാം ഇതിൻ്റെ ആൻസർ? സ്ട്രക്ചറൽ പാർട്ട് എവിടെ നിന്നാണ് കടം വാങ്ങിയത് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നല്ലേ നമ്മൾ പഠിച്ചത്? മറക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫെഡറൽ സിസ്റ്റം ഇന്ത്യ ബോറോഡ് ഫ്രം വിച്ച് നാഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കാനഡ എന്ന് പറയുക. പക്ഷേ ഫെഡറൽ സ്ട്രക്ചർ എന്ന ഐഡിയ എടുത്തത് എവിടെ നിന്ന് ചോദിച്ചാൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതുപോലെയാണ് നമ്മൾ എമർജൻസിയുടെ കാര്യം പറഞ്ഞത്. ഐഡിയ ഓഫ് എമർജൻസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്തുള്ള എമർജൻസി എവിടെ നിന്നാണ് കടം വാങ്ങിയത്? അത് ജർമ്മനിയാണ്. നമ്മൾ പഠിച്ചു. ഇനി നമ്മളത് പഠിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ മനസ്സിലായല്ലോ? എന്താ ഇവിടെ നമ്മൾ കണ്ടത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ദി ഐഡിയ ഓഫ് ഫെഡറൽ സ്ട്രക്ചർ ഫ്രം വിച്ച് ഡോക്യുമെൻ്റ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓക്കെ ആണോ? അടുത്ത ആൻസറിലേക്ക് കിടക്കാം, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്ലുവൻസ്ഡ് ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫിലോസഫിക്കൽ പാർട്ട് നമ്മൾ എവിടുന്ന് കടം വാങ്ങി ഓർമ്മയുണ്ടോ? സ്ട്രക്ചറൽ പാർട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന്, പൊളിറ്റിക്കൽ പാർട്ട് ബ്രിട്ടനിൽ നിന്ന്, അതുപോലെ തന്നെ ഫിലോസഫിക്കൽ പാർട്ട് അമേരിക്ക ആൻഡ് അയർലൻഡ് എന്നല്ലേ നമ്മൾ പഠിച്ചത്? UK നിന്നല്ല, ജപ്പാനിൽ നിന്നല്ല, ഫ്രാൻസിൽ നിന്നല്ല. ഫ്രാൻസിൽ നിന്നൊക്കെ കടം വാങ്ങി ഞാൻ പറഞ്ഞു. ഏതാണ്? റിപ്പബ്ലിക്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. UK നിന്ന് കടം വാങ്ങിയത്, UK എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ നിന്ന് കടം വാങ്ങിയ ഒരു 10ഓളം കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. അതിനി പറയേണ്ടതില്ല. നിങ്ങൾ ആ ക്ലാസ് ഒന്ന് വീണ്ടും കാണുക, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? അമേരിക്ക ആൻഡ് അയർലൻഡ് ആണ്. സംശയമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാവുന്ന ആ ചോദ്യങ്ങളാണ്. ഇനി നോക്കൂ, വാട്ട് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് ഇന്ത്യ ഹാവ്? ഇന്ത്യക്ക് ഏത് തരം ഭരണഘടനയാണുള്ളത് ഈ പറയുന്നതിൽ? പ്യുവർലി ഫ്ലെക്സിബിൾ ആണോ? പ്യുവർലി റിജിഡ് ആണോ? പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ് ആണോ? ഫ്ലെക്സിബിൾ ഒൺലി ഫോർ ദി സെൻട്രൽ ഗവൺമെൻറ് ആണോ? എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു, ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ ഓർ റിജിഡ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നൈദർ വെരി ഫ്ലെക്സിബിൾ നോർ വെരി റിജിഡ്. ഇറ്റ് ഈസ് പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ്. പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അതിൻ്റെ കാരണം, certain provisions of Indian constitution can be easily amended by simple majority, but certain other provisions can be amended with difficult procedure എന്നൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് തരം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്നതിൽ സി ഓപ്ഷനല്ലേ ആൻസറായി വരേണ്ടത്? അതാണോ ആൻസറായി വന്നത്? നമുക്ക് പരിശോധിക്കാം. സി ആണ്. പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ് തന്നെയാണ്. ഇത് ഈസിയാണ് അല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായ കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ഫോർ ദി അമെൻമെൻറ്റ് പ്രോസസ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു, ഈ ആർട്ടിക്കിള് ഒരു കാരണവശാലും മറക്കരുത്. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, അടിവരയിട്ട് പറയുന്നു. ഇന്ന് എൻ്റെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് മത്സര പരീക്ഷയ്ക്ക് പോയാലും പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാന ചോദ്യമാണ് ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ആർട്ടിക്കിള് ഇന്ന് പഠിച്ചാൽ ദയവ് ഇത് മറക്കരുത്. മറക്കില്ലല്ലോ? ഉറപ്പാണല്ലോ? ഇന്നല്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, എനിക്കറിയാം. ഇതിലേതാണ്? ആർട്ടിക്കിൾ 365 ആണോ, 368 ആണോ, 370 ആണോ, 390 ആണോ? ഒരു സംശയവും വേണ്ട, ബി ഓപ്ഷൻ തന്നെയാണ്. ആർട്ടിക്കിൾ 368 ആണ്. 368 ആ ആർട്ടിക്കിള് ഒരു കാരണവശാലും മറക്കരുത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പൊളിറ്റിയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ PSC UPSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 368 ഉറപ്പിച്ചോളൂ, ഇനി അതിൽ ഒരു മാറ്റവും വരുത്തരുത്.
നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്താണ്? ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഹാവിങ് എ ഫെഡറൽ സിസ്റ്റം വിത്ത് ഡാഷ് ബയസ്. ഓർമ്മയുണ്ടോ? ഫെഡറൽ സിസ്റ്റം വിത്ത് ഡാഷ് ബയസ് എന്ന് നമ്മൾ പഠിച്ചു. അതായത് ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ, അല്ലെങ്കിൽ ഇന്ത്യ ഫെഡറൽ സിസ്റ്റം ആണെങ്കിലും അതിൽ ഏതാണ് യൂണിറ്ററി ബയസ് അല്ലേ? കൂടുതൽ മോർ പവർ ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് സെൻറ്റർ എന്നല്ലേ നമ്മൾ പഠിച്ചത്? കുറച്ച് കൂടുതൽ യൂണിറ്ററിക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഏകാത്മക സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറൽ സംവിധാനമാണല്ലോ നമ്മുടേത്. ഏകാത്മക സ്വഭാവം ഉൾക്കൊള്ളുന്ന, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫെഡറൽ ഇൻ ടേം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, അഥവാ കോസി ഫെഡറൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഹാവിങ് എ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ് എന്നാണ്. അപ്പം സി ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ, മനസ്സിലാക്കി തന്നെ പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ തന്നെ ആൻസർ പറയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ആ ക്യാരക്ടർ ഫീച്ചേഴ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം, പോകാമല്ലോ. അടുത്ത എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫെഡറൽ ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവമല്ലാത്തത്, നോട്ട്. ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആൻസർ വന്നു, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കൂ നിങ്ങൾ. അതായത് ഞാൻ ആൻസർ അറിയാതെ പെട്ടെന്ന് വന്നതാണ്, നമുക്ക് ഇത് പറഞ്ഞിട്ട് ആൻസറിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫെഡറൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫെഡറൽ ഫീച്ചർ അല്ലാത്തത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യത്തിനൊരു തകരാറുണ്ട്. ഇതിൻ്റെ കീ വേർഡ് നമ്മൾ ചിലപ്പം ഓർക്കൂല, നോട്ട് കാണൂല. നമുക്ക് അങ്ങനെയൊക്കെ കുഴപ്പമുണ്ട്. ഇവിടെ നോട്ടെന്നൊക്കെ വളരെ ക്യാപിറ്റൽ ലെറ്ററിൽ വലുതാക്കി തന്നു. ഇങ്ങനെയൊന്നും തരണമെന്നില്ല പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ, ചുമ്മാ പറഞ്ഞു പോകും. ഇതിപ്പം നിങ്ങളെ വിളിച്ച് കാണിക്കുന്ന രീതിയിലാണ് ഇപ്പം എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ആയിരിക്കില്ല ചോദ്യപേപ്പറിൽ വരുന്നത്, സാധാ അതുപോലെ. പക്ഷേ പലപ്പോഴും നമുക്ക് ഉള്ള തകരാറെന്തറിയുമോ? നമുക്ക് ഈ വെപ്രാളത്തിൽ നമ്മൾ ഇതൊന്നും കാണൂല. നോട്ടൊക്കെ വീട്ടിൽ വന്നേ കാണുകയുള്ളൂ. പരീക്ഷയെല്ലാം കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞുള്ള സന്തോഷത്തിൽ ഇരുന്നിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുമ്പോൾ നോട്ടൊക്കെ അപ്പോഴാണ് കാണുന്നത്. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫെഡറൽ ഫീച്ചർ എന്നൊക്കെ നമ്മൾ പരീക്ഷയിൽ ഹാളിരുന്ന് കാണുകയുള്ളൂ. അപ്പോഴത്തെ മാനസികാവസ്ഥ അതാണ്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യനൊക്കെ വളരെ ആത്മസമീപനത്തോടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാനുള്ള ഒരു പരിശീലനം നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിരിക്കണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫെഡറൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ബൈക്യാമറലിസം. അത് ഫെഡറൽ ഫീച്ചറിൽ ഉൾപ്പെട്ടതല്ലേ? നമ്മുടേത് ബൈക്യാമറൽ സിസ്റ്റം അല്ലേ, രാജ്യസഭ ലോകസഭ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി നമ്മുടെ ക്യാരക്ടർ ഫീച്ചറിൽ പെട്ടതല്ലേ? ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അടുത്ത എന്താണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ്. നോക്കൂ, എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫെഡറൽ ഫീച്ചർ നോട്ട് എ ഫെഡറൽ ഫീച്ചർ. അതായത് നമ്മുടെ ഫെഡറൽ ഫീച്ചറിൽ അല്ലാത്തത്, ഫെഡറൽ ഫീച്ചറിൽ വരാത്തത് ഏതെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അത് സിംഗിൾ സിറ്റിസൺഷിപ്പ്, അത് യൂണിറ്ററി ആയിട്ട് വരുന്നതാണ്. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയമാണ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫെഡറൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ഫീച്ചറിൽ പെടാത്തത് ഇതാണ്. ഇത് യൂണിറ്ററി ആണ്. കാരണം രാജ്യത്ത് ആകെയുള്ള ഒറ്റ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ്, രാജ്യത്താകമാനം. അവിടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് വേറെ സിറ്റിസൺഷിപ്പ് ഇല്ല. അപ്പോൾ ഫെഡറൽ ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല, അത് യൂണിറ്ററി ഫീച്ചറാണ്. ബാക്കിയെല്ലാം ബൈക്യാമറലിസം, രണ്ട് തരം സിസ്റ്റം, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി നമ്മൾ പറഞ്ഞാണ്, ഡിവിഷൻ ഓഫ് പവർ, അധികാര വിഭജനം, ഇതെല്ലാം ഫെഡറൽ ക്യാരക്ടർ ഫീച്ചറിൽ വരുന്നതാണ്. എന്നാൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് അത് യൂണിറ്ററി ഫീച്ചറിൽ വരുന്നതാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദി ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ ഗവൺമെൻറ് സിസ്റ്റം എന്താണ്? പ്രസിഡൻഷ്യലാണോ, പാർലമെൻ്ററി ആണോ, ഡിക്റ്റേറ്ററിയലാണോ, ഡയറക്റ്റ് ഡെമോക്രസി ആണോ? പ്രസിഡൻഷ്യൽ സിസ്റ്റമാണോ, പാർലമെൻ്ററി സിസ്റ്റമാണോ, ഡിക്റ്റേറ്ററൽ
ഷിപ്പാണോ, ഏകാധിപത്യ ഭരണമാണോ, അതോ പ്രത്യക്ഷ ജനാധിപത്യമാണോ, ഡയറക്റ്റ് ഡെമോക്രസി ആണോ? നമ്മുടേത് തീർച്ചയായിട്ടും പാർലമെൻ്ററി സിസ്റ്റമാണ്. നമ്മൾ പഠിച്ചതാണ്, ക്യാരക്ടർ ഫീച്ചറിൽ പഠിച്ചതല്ലേ. അപ്പോൾ ബി ഓപ്ഷനല്ലേ ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ക്ലിയറായോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതൊക്കെ സിമ്പിളാണ്. ഇനി പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ദി പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ബ്രാഞ്ച്? ഏതിനാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? നമ്മൾ പറഞ്ഞല്ലോ, ലെജിസ്ലേച്ചറോട് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ആർക്ക്? ജുഡീഷ്യറിക്കാണോ? അതോ നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? ദി പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച്? ഇതിനാർക്കാണ് കൂട്ടുത്തരവാദിത്വം വേണ്ടത്? ജുഡീഷ്യറിക്കാണോ വേണ്ടത്? ലെജിസ്ലേച്ചറിനാണോ വേണ്ടത്? എക്സിക്യൂട്ടീവിനാണോ വേണ്ടത്? ലോക്കൽ ഗവൺമെൻറ്റിനാണോ? ഒരു സംശയവും വേണ്ട, എക്സിക്യൂട്ടീവിനാണ് ലെജിസ്ലേച്ചറോട് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി വേണ്ടത്. അപ്പോൾ സി ഓപ്ഷനല്ലേ, എക്സിക്യൂട്ടീവ് അല്ലേ ഇവിടെ കറക്റ്റായിട്ട് ആൻസർ വരേണ്ടത്? അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഹൂ ഹെഡ്സ് ദി ഗവൺമെൻറ് ഇൻ പാർലമെൻ്ററി സിസ്റ്റം ഇൻ ഇന്ത്യ? നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൽ ആരാണ് തലവനായി വരുന്നത്? പ്രസിഡൻ്റാണോ, പ്രൈം മിനിസ്റ്ററാണോ, ഗവർണറാണോ, ചീഫ് ജസ്റ്റിസ് ആണോ? പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ തലവൻ തീർച്ചയായിട്ടും പ്രൈം മിനിസ്റ്ററാണ്. രാജ്യത്തിൻ്റെ ഹെഡ്, നോമിനൽ ഹെഡ് എന്നൊക്കെ പറയുന്നത് പ്രസിഡൻ്റാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാബിനറ്റിൻ്റെ തലവൻ, ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഹു ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഇന്ത്യ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എ ഓപ്ഷൻ തന്നെ എഴുതണം, പ്രസിഡൻ്റ് എന്ന് പറയണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഹൂ ഹെഡ്സ് ദി ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ തലവൻ ഒരു സംശയവും വേണ്ട, പ്രധാനമന്ത്രി തന്നെയാണ്. ഹൂ ഹെഡ്സ് ദി ഗവൺമെൻറ് ഇൻ ദി പാർലമെൻ്ററി സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പാർലമെൻ്ററി സംവിധാനത്തിൽ ഗവൺമെൻറ്റിനെ നയിക്കേണ്ടത് പ്രധാനമന്ത്രി തന്നെയാണ്. എന്നാൽ ഭരണഘടനാ തലവനാര്? രാഷ്ട്രപതിയാണ്. എന്നാൽ നോമിനൽ ഹെഡ്, രാജ്യത്തിൻ്റെ നോമിനൽ ഹെഡ് ആരെന്ന് ചോദിച്ചാൽ അതും പ്രസിഡൻ്റാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത് നോക്കൂ. വിച്ച് ഫീച്ചർ ഇൻ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പൈൻസ് പാർലമെൻ്ററി സോവറിറ്റി വിത്ത് ജുഡീഷ്യൽ സൂപ്പർമസി? നമ്മൾ പഠിച്ചതാണ്. വിച്ച് ഫീച്ചർ ഇൻ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പൈൻസ് പാർലമെൻ്ററി സോവറിറ്റി വിത്ത് ജുഡീഷ്യൽ സൂപ്പർമസി? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭരണകർത്താക്കൾ പാർലമെൻ്ററി സോവറിറ്റിയും ജുഡീഷ്യൽ സൂപ്പർമസിയും കൂടെ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതിൽ ഏത് പോയിന്റിലാണ് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണോ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ കാര്യത്തിലാണോ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണോ, അതോ സിന്തസിസ് ഓഫ് പാർലമെൻ്ററി ആൻഡ് ജുഡീഷ്യൽ പ്രിൻസിപ്പിൾസ് ആണോ? ഇതെന്താണ്? സിന്തസിസ് ഓഫ് പാർലമെൻ്ററി ആൻഡ് ജുഡീഷ്യൽ പ്രിൻസിപ്പിൾസ് അല്ലേ? ഇതിൻ്റെ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തല്ലേ പാർലമെൻറ്റിന് സോവറിറ്റി ഉണ്ട്, എന്നാൽ സൂപ്പർമസി ജുഡീഷ്യറിക്കുണ്ട് എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പം ഡി ഓപ്ഷൻ അല്ലേ ഇവിടെ ആൻസറായി വരേണ്ടത്? അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. വിച്ച് കോർട്ട് ഹെഡ്സ് ദി ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ സംയുക്ത അല്ലെങ്കിൽ സംയോജിത ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഏത് ജുഡീഷ്യൽ സിസ്റ്റമാണ്? ഡിസ്ട്രിക്ട് കോർട്ടാണോ, ഹൈക്കോർട്ടാണോ, സുപ്രീം കോർട്ടാണോ, മുൻസിഫ് കോർട്ടാണോ? മുൻസിഫ് കോർട്ടും ഡിസ്ട്രിക്ട് കോർട്ടും ഒക്കെ നിങ്ങൾക്കറിയാം, അത് സബോർഡിനേറ്റ് കോർട്ടുകളാണ് അല്ലേ, കീഴ്ക്കോടതികളാണ്. ഇവിടെ ചോദ്യം എന്താണ്? വിച്ച് കോർട്ട് ഹെഡ്സ് ദി ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ സംയോജിത ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കേണ്ടത്, അതിൻ്റെ ഏറ്റവും ഹെഡായിട്ടുള്ളത് ഏത് കോർട്ടാണെന്ന് ഏത് കൊച്ചുകുട്ടിയും പറയൂലേ? സുപ്രീം കോർട്ടല്ലേ, നമ്മുടെ പരമോന്നത നീതിപീഠമല്ലേ ആൻസറായി വരേണ്ടത്? അങ്ങനെ തന്നെയാണ് അതിൻ്റെ ആൻസർ. നമുക്കൊന്ന് പരിശോധിക്കാം അടുത്തത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ ആർ എൻഷ്രിൻഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സ്റ്റേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു ഭാഗത്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്?
അത് സ്ഥിരം ചോദ്യമാണ്. 25 ഭാഗങ്ങളുള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും പാർട്ട് 3 തന്നെയാണ്. അതുകൊണ്ടാണ് ആ പാർട്ടിനെ കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന്. അതിൻ്റെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട്, അത് ആ ടോപ്പിക് എടുക്കുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഇത് ഓർത്ത് കൊള്ളുക. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സ്റ്റേറ്റഡ് ഇൻ വിച്ച് പാർട്ട് എന്ന് ചോദിച്ചാൽ പാർട്ട് 3 എന്ന് തന്നെ നിങ്ങൾ പറയണം. നെക്സ്റ്റ് ചോദ്യത്തിൽ ആ പാർട്ട് 3 തന്നെയാണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ അബ്സല്യൂട്ട്, ജസ്റ്റിസിബിൾ ബട്ട് നോട്ട് അബ്സല്യൂട്ട്, നോൺ ജസ്റ്റിസിബിൾ, ഓൾ ഓഫ് ദി അബവ്. ഇത് ഞാൻ വളരെ വിശദമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ എന്താണ്? അബ്സല്യൂട്ട് ആണോ, ജസ്റ്റിസിബിൾ ആൻഡ് നോട്ട് അബ്സല്യൂട്ട് ആണോ, നോൺ ജസ്റ്റിസിബിൾ ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ? ഓരോന്നായിട്ട് നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ. അബ്സല്യൂട്ട് ആണോ? ഒരിക്കലും അബ്സല്യൂട്ടല്ല, സമ്പൂർണ്ണമല്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു എന്താണ്, നെസസറി റെസ്ട്രിക്ഷൻസ് ക്യാൻ ബി ഇമ്പോസ്ഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആവശ്യാനുസരണം ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി ഓർ പീപ്പിൾ. അതൊക്കെ കാലാകാലങ്ങളിൽ സർക്കാരിന് ചെയ്യാവുന്നതാണ്, മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അബ്സല്യൂട്ട് അല്ല, സമ്പൂർണ്ണമല്ല. അപ്പോൾ എന്താണ് ആൻസർ? ജസ്റ്റിസിബിൾ ആണോ? ആണ്. ജസ്റ്റിസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി എൻഫോഴ്സിബിൾ ബൈ കോർട്ട്. നോട്ട് അബ്സല്യൂട്ട്, അബ്സല്യൂട്ടും അല്ല, ജസ്റ്റിസിബിൾ ആണ്. അതല്ലേ ആൻസർ? അതല്ലേ ആൻസർ? നോൺ ജസ്റ്റിസിബിൾ ഒരിക്കലും പറയരുത്. കാരണം if the fundamental right of a citizen is violated, he can approach High Court under Article 226, Supreme Court under Article 32 എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പം ജസ്റ്റിസിബിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ എന്ന് തന്നെ പറയണം. ഓക്കെ ആണോ? അപ്പോൾ ആൻസർ എന്താണ്? ജസ്റ്റിസിബിൾ ആൻഡ് നോട്ട് അബ്സല്യൂട്ട്. അതാണ് ഇവിടുത്തെ ആൻസർ. ഈസി അല്ലേടോ? ഇതൊക്കെ വളരെ എളുപ്പമല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കത് പോകാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആർ ലിസ്റ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? എല്ലാവർക്കും അറിയാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP എന്നൊക്കെ ചുരുക്കപ്പേരിൽ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ആർ സ്റ്റേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? പാർട്ട് 4. ഒരു സംശയവും വേണ്ട, പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്, അല്ലേ? പാർട്ട് 6 എന്നൊക്കെ പറയുമ്പോൾ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വരും. അതുകൊണ്ട് ഇതിവിടെ ആൻസർ എന്ത് തന്നെയാണ്? പാർട്ട് 4 തന്നെയാണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Who called the directive principles of state policy novel features of the Indian Constitution? ഇന്ത്യൻ ഭരണഘടനയിലെ നവീന സവിശേഷതകളാണ് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ആരാണ് വിളിച്ചത്? ഒരു സംശയവും വേണ്ട, നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. ജവഹർലാൽ നെഹ്റു അല്ല, അംബേദ്കറാണ് ആൻസർ. മഹാത്മാഗാന്ധി അല്ല, സർദാർ പട്ടേലും അല്ല. നമ്മൾ പഠിച്ചതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇൻ വിച്ച് ഇയർ വെയർ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഞാൻ പറഞ്ഞതാണ്, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു ഭാഗമേ ഇല്ലായിരുന്നു, പിന്നീടാണ് ആഡ് ചെയ്തത്. ഏത് വർഷം? ഏത് ഭേദഗതി എന്നാണ് പറഞ്ഞത്? 42nd അമെൻമെൻറ്റ് ആക്ട്. ഏത് വർഷം? 1976. അതല്ലേ ആൻസർ? അപ്പം 1976 തന്നെയാണ്. 42ാം ഭേദഗതിയിലൂടെയാണ് ഇത് ഉൾപ്പെടുത്തിയത്. കണ്ട, നമ്മൾ ഇവിടെയൊക്കെയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ അറിയാമോ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ 42nd അമെൻമെൻറ്റ് ആക്ട് എന്ന് മാത്രമേ പഠിക്കുകയുള്ളൂ. വർഷം വിട്ടുകളയും. പക്ഷേ ചോദ്യം വന്നത് കണ്ടോ? ഇവിടെ അമെൻമെൻറ്റ് ആക്ട് അല്ല ചോദ്യം. ഇത് പല പരീക്ഷയ്ക്ക് ചോദിച്ച പ്രീവിയസ് ചോദ്യമാണ്. ഫണ്ടമെൻ്റൽ ഇൻ വിച്ച് ഇയർ ദി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ 1976. ബിക്കോസ് 42nd അമെൻമെൻറ്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദിസ് ഇയർ 1976. അതുകൊണ്ട് അത് തന്നെയാണ് ആൻസർ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏത് അമെൻമെൻറ്റ് പഠിച്ചാലും ഇയർ കൂടി അറ്റാച്ച് ചെയ്തേ പഠിക്കാവൂ.
ഒരു കാരണവശാലും 42nd അമെൻമെൻറ്റ് എന്ന് പറഞ്ഞ് നിർത്തരുത്. 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976, 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978, 61st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1989, 52nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1985, 24th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1971. ഇങ്ങനെ പറഞ്ഞ് ശീലിക്കണം. എപ്പോഴും നിങ്ങൾ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ, ചിലപ്പോൾ കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ, ഒരു അമെൻമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാരണവശാലും 42nd അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ് നിർത്തരുത്. 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് നിർത്തിയാൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതിനെ തിരുത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ അപകടമാണ്. പലപ്പോഴും ഇയറായിരിക്കും ആൻസറായി പ്രതീക്ഷിച്ച് ചോദിക്കുന്നത്. ഓക്കെയാണോ? അപ്പോൾ ആ ചോദ്യവും നിങ്ങൾക്ക് ആൻസറായി കിട്ടി. അടുത്തത്, കൺസെപ്റ്റ് ഓഫ് എ സെക്കുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് എൻഷേർഡ് ത്രൂ ആർട്ടിക്കിൾസ്. ഞാൻ പറഞ്ഞതാണ്, സെക്കുലർ സ്റ്റേറ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഒരുപാട് ആർട്ടിക്കിളുകളിൽ സെക്കുലർ ആയി ബന്ധപ്പെട്ട ആസ്പെക്ട്സ് ഉണ്ട്. അത് ഏതൊക്കെ ആ കൺസെപ്റ്റ് വരുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 1 to 10 ആണ്, ഒരിക്കലും അല്ല. 1 ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് 1 പറയുന്നത്, ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ. പിന്നെ 1 മുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 5 എത്തിച്ചേരുമ്പോൾ 4 വരെയാണ് ഫസ്റ്റ് പാർട്ട്. 5 വരുമ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മുടെ പൗരത്വമായി, സിറ്റിസൺഷിപ്പായി. അത് 11 വരെ അതാണ്. അത് ബാക്കിയെല്ലാം 11 വരെ വരുമ്പോൾ അതാണ്. അവിടെയൊന്നും അല്ല നമ്മുടെ എന്തിനെക്കുറിച്ച് പറയുന്നത്, കൺസെപ്റ്റ് സെക്കുലറിനെ കുറിച്ച് അവിടെയൊന്നും പറയുന്നില്ല. 14 മുതൽ 18 വരെ പറയുന്നത് ശരിക്ക് റൈറ്റ് ടു ഇക്വാലിറ്റിയെക്കുറിച്ചാണ്, സമത്വത്തിലുള്ള അവകാശം. അവിടെയും സെക്കുലറിസത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. 25 മുതൽ 30 വരെ എന്ന് പറയുന്നത് ചിലയിടത്ത് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്, ഈ 14ൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അങ്ങനെ ആൻസർ പറയണ്ട. കാരണം ബാക്കിയുള്ളത് ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാമായിരുന്നു. ഇപ്പം പറയുന്നത് ഇതാണ് 14. ഞാൻ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? 14 ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, 15 പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ, 16 ഗ്യാരണ്ടീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദി മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, 25 ഫ്രീഡം ടു ചൂസ് ഇൻ റിലീജിയൻ ഓഫ് ഓൺസ് ചോയ്സ്, 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ്, 27 ഫ്രീഡം ഫ്രം ദി പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് എ പർട്ടിക്കുലർ റിലീജിയൻ, 28 പ്രൊഹിബിറ്റ്സ് എഡ്യൂക്കേഷണൽ പ്രൊഹിബിറ്റ്സ് എന്താണ്? ആർട്ടിക്കിൾ 28 പ്രൊഹിബിറ്റ്സ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റൈൻഡ് ബൈ ദി സ്റ്റേറ്റ്, 29 പ്രൊട്ടക്ട്സ് ലാംഗ്വേജ് സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റി, 30 gives right to minority to establish and administer educational institution. ഇതിലെല്ലാം ഏതിൻ്റെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്? സെക്കുലറിസം, സെക്കുലർ. അപ്പോൾ ആൻസർ ഇത് തന്നെയാണ്. ഓക്കെയാണോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ദി പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇൻ ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ഫ്രം വിച്ച് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഏതിൽ വരുന്നു? ആർട്ടിക്കിൾ 326. എ ഓപ്ഷൻ തന്നെയാണ് ഇവിടുത്തെ ആൻസർ. 326, 326. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കിന്ന് കടക്കാം. വിച്ച് അമെൻമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? അമെൻമെൻറ്റ് ചോദിക്കുകയാണ്. ആർട്ടിക്കിൾ 226 അമെൻമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാരണവശാലും മറക്കരുതെന്ന് പറഞ്ഞു. 61st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1989. 61st, ഇവിടെ ഇയർ കൊടുത്തിട്ടില്ല, നിങ്ങൾ ഇയറോട് ചേർത്ത് പറയുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ 61st അമെൻമെൻറ്റ് ആക്ട് 61ാം ഭേദഗതിയിലൂടെ അല്ലേ പ്രായപൂർത്തി വോട്ടവകാശം? ഞാൻ പറഞ്ഞു 61st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1989 റെഡ്യൂസ്ഡ് ദി വോട്ടിംഗ് ഏജ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഫ്രം 21 years to 18 years. അപ്പോൾ 61st ആണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ആർട്ടിക്കിൾ ഇൻ പാർട്ട് 2? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെക്കൻഡ് പാർട്ടിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ ഉൾപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു. 5 to 11 വരെയാണ് സിറ്റിസൺഷിപ്പ് വരുന്നത്. നമ്മൾ പഠിക്കും 5 to 11. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ ഏതാണ് തുടങ്ങുന്ന? 5 അല്ലേ? അപ്പോൾ എ ഓപ്ഷനിലെ ആൻസർ. ഇതൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലായി പോകും. ഇത് വരുമ്പോൾ ആർട്ടിക്കിൾ 51 ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട്
നമ്മൾ അവന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആയി പോകും ലാസ്റ്റ്. അപ്പം ആർട്ടിക്കിൾ 5 ആണ് എന്ത് വരുന്നത്, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഹൗ മെനി ടൈപ്സ് ഓഫ് എമർജൻസി പ്രൊവിഷൻസ് ആർ പ്രൊവൈഡഡ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഹൗ മെനി മെത്തേഡ്സ് ഓഫ് എമർജൻസി പ്രൊവിഷൻസ് ആർ പ്രൊവൈഡഡ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര എമർജൻസി പറയുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു 3 ടൈപ്സ് ഓഫ് എമർജൻസി. നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 356, ഫിനാൻഷ്യൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 360, 352 വകുപ്പ് പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ, 356 വകുപ്പ് പ്രകാരമുള്ള സംസ്ഥാന അടിയന്തരാവസ്ഥ. അതിന് മറ്റൊരു പേരുണ്ട്, ഈ സ്റ്റേറ്റ് എമർജൻസിക്ക് പല പേരുമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്നറിയപ്പെടുന്നു, പ്രസിഡൻസ് റൂൾ എന്നറിയപ്പെടുന്നു, രാഷ്ട്രപതി ഭരണം എന്നറിയപ്പെടുന്നു. 356. ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ 360. മൂന്നാമത്തത് ഫിനാൻഷ്യൽ എമർജൻസി 360 വരുന്നതാണ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് എമർജൻസി ആണ് ഉള്ളത് ഭരണഘടനയിൽ പറയുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? സി ഓപ്ഷൻ അല്ലേ, തേർഡ് അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ പാർലമെൻ്ററി ഗവൺമെൻറ്? ഇന്ത്യൻ പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ ഭാഗമല്ലേ അത്? നമുക്ക് ഭാഗമല്ലാത്തല്ലേ വേണ്ടത്? ഡിസൊല്യൂഷൻ ഓഫ് അപ്പർ ഹൗസ്, അതല്ലേ തെറ്റ്? പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലാത്തത്. അപ്പർ ഹൗസ് ഡിസോൾവ് ചെയ്യുമോ? അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യസഭയല്ലേ? രാജ്യസഭ ഡിസോൾവ് ചെയ്യുന്നതേ ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ പെർമനൻ്റ് ഹൗസ്. അത് ഒരു കാലാവധി ഇല്ല, അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുക. മെമ്പേഴ്സാണ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. പെർമനൻ്റ് ഹൗസാണ്. അപ്പോൾ അത് ഡിസോൾവ് ചെയ്യുന്നില്ല, അതാണ് തെറ്റ്. പാർലമെൻ്ററി സമ്പ്രദായം നോട്ട് ഫീച്ചർ അല്ലാത്തത് ഡിസൊല്യൂഷൻ ഓഫ് അപ്പർ ഹൗസ്. ലോവർ ഹൗസേ ഡിസോൾവ് ചെയ്യുന്നുള്ളൂ അല്ലേ? ഓരോ 5 വർഷം കഴിയുമ്പം പിരിയുന്നത് ഏതാണ്? ലോകസഭയാണ്. അടുത്ത് നോക്കൂ, മെജോറിറ്റി പാർട്ടി റൂള്. അയ്യോ, അത് ഇതിൻ്റെ ക്യാരക്ടർ ഫീച്ചറാണ്. ഏതിൻ്റെ? ഇന്ത്യൻ പാർലമെൻറ്റ് സമ്പ്രദായത്തിൻ്റെ ക്യാരക്ടർ ഫീച്ചറല്ലേ മെജോറിറ്റി റൂള്. നമുക്ക് ഫീച്ചർ അല്ലാത്തതാണ് വേണ്ടത്. അപ്പോൾ ഇത് ആണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും അതും പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറോട് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് അപ്പർ ഹൗസ് ഡിസോൾവ് ചെയ്യില്ല എന്ന് ഡിസൊല്യൂഷൻ ഓഫ് അപ്പർ ഹൗസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സ്വഭാവമല്ലാത്തത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ആർട്ടിക്കിൾ ഡിഫൈൻസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? ആർട്ടിക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞു, പാർട്ട് 4A എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ആർട്ടിക്കിൾ 51A അതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. 51A. ആർട്ടിക്കിൾ 25 അല്ല, 51 അല്ല, 45 അല്ല. അപ്പോൾ ഇത് ആൻസർ സി അല്ലേ? ഇവിടെ ആൻസറായി വരുന്നത് സി തന്നെയാണ്. ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം, അത്ര പ്രധാനപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൂ അപ്പോയിൻറ്റ്സ് ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? നല്ല ചോദ്യമാണ്. ഇന്ത്യയിലെ ഗവർണർ, സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? ഒരു സംശയവും വേണ്ട, പ്രസിഡൻറ്റ്. ആർട്ടിക്കിളും കൂടെ വേണമെങ്കിൽ മനസ്സ് വെച്ചോളൂ. പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ്സ് ഗവർണർ അണ്ടർ ആർട്ടിക്കിൾ 155, 155 വകുപ്പ്. ഇന്ത്യൻ ഭരണഘടന 155 അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതി നിയമിക്കുന്ന പോസ്റ്റാണ് ഗവർണർ. മറക്കാതിരിക്കുക. അല്ലാതെ ചീഫ് മിനിസ്റ്റർ എന്നോ അതുപോലെ തന്നെ ധാരാണ് പ്രൈം മിനിസ്റ്റർ എന്നോ സുപ്രീം കോർട്ടെന്നോ പറയരുത്. ഇതിൻ്റെ ആൻസർ സി ഓപ്ഷനാണ്, പ്രസിഡൻറ്റ് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ ഈസ് ഇൻറ്റൻഡഡ് ടു പ്രൊമോട്ട്. എന്തിനാണ്, എന്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഭരണഘടനയിൽ സ്വീകരിച്ചത്? നമ്മൾ പഠിച്ചല്ലോ. സ്റ്റേറ്റ് യൂണിറ്റി ആണോ? നമ്മുടെ സംസ്ഥാന യൂണിറ്റി ആണോ? അല്ല. സെൻട്രൽ പവർ കേന്ദ്ര അധികാരത്തിന് വേണ്ടിയിട്ടാണോ? നാഷണൽ ഇൻ്റഗ്രേഷൻ വേണ്ടിയിട്ടാണോ? അതോ ഡിസേർവ്സ് പൊളിറ്റിക്കൽ പാർട്ടി? ഏതാണ് ഇവിടെ വരുന്നത്? ഒരു സംശയം വേണ്ട, നാഷണൽ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. ദേശീയോദ്ഗ്രഥനം, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്ന നാഷണൽ ഒറ്റ കൊടിക്ക് കീഴിൽ, നമ്മുടെ ത്രിവർണ പതാകയുടെ കീഴിൽ ഇന്ത്യയിലെ കന്യാകുമാരി മുതൽ എവിടെ വരെ, അങ്ങ് കാശ്മീർ വരെ
ഉള്ള ആൾക്കാരും ഇന്ത്യക്കാരാണ് എന്ന ഒരൊറ്റ വികാരം ഉണർത്തുന്നതിന് വേണ്ടി, അത് നാഷണൽ ഇൻ്റഗ്രേഷനിലേക്ക് വഴിതെളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് നമ്മൾ സ്വീകരിച്ചത്. സംശയം വേണ്ട, അതെല്ലാം നിങ്ങൾക്കറിയാം, ഈസിയാണ്. ഇനി നോക്കൂ, ദി എമർജൻസി പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ബേസ്ഡ് ഓൺ ദി മോഡൽ ഓഫ് വിച്ച് കൺട്രി? ഏത് രാജ്യത്തിൻ്റെ മോഡലായിട്ടാണ് നമ്മൾ എമർജൻസി പ്രൊവിഷൻ എടുത്തത്? ഞാൻ പറഞ്ഞു, ഐഡിയ ഓഫ് എമർജൻസി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 തന്നെയാണ്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സസ്പെൻഡഡ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള എമർജൻസി എടുത്തിട്ടുള്ളത്. ഇനി ഒന്നും ചോദിക്കേണ്ട, എമർജൻസി എടുത്തിട്ടുള്ള ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ജർമ്മനി എന്ന് ഞാൻ പറഞ്ഞു. സി ഓപ്ഷനാണ് ഇവിടെ വരുന്നത്, ജർമ്മനി. ജർമ്മനി ക്ലിയർ ആവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റാണ്, നമുക്ക് വേണ്ട കീവേഡ് കറക്റ്റാണ്. നോക്കാം. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. പറഞ്ഞു പോകാം, കറക്റ്റ് ഓർ നോട്ട്? കറക്റ്റ് അല്ലേ? ലെങ്തിയസ്റ്റ് അല്ലേ? നമുക്ക് വേണ്ടത് കറക്റ്റ് അല്ലേ? അപ്പോൾ 1 വേണം. അടുത്ത 2 നോക്കൂ. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി കണ്ടെയ്ൻഡ് 25 പാർട്സ്, 12 ഷെഡ്യൂൾ ആൻഡ് 470 ആർട്ടിക്കിൾസ്. അത് നിലവിലെ സാഹചര്യമല്ലേ, നമ്മൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്, അപ്പോൾ അത് നമുക്ക് വേണ്ട. 2 വേണ്ട, നമുക്ക് 1 മതി. 3 നോക്കൂ. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഇറ്റ്സ് ഫെഡറൽ സ്ട്രക്ചർ ഫ്രം ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ശരിയല്ലേ? ഫെഡറൽ സ്ട്രക്ചർ, ഫെഡറൽ ഏത് രാജ്യത്ത് എന്ന് ചോദിച്ചാൽ കാനഡ എന്ന് പറയണമെന്ന് പറഞ്ഞു. ഫെഡറൽ സ്ട്രക്ചർ കടം വാങ്ങിയത്, അതിൻ്റെ ആശയം കടം വാങ്ങിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? അതെ ഉണ്ട്, ഡി ഓപ്ഷൻ, 1 and 3. അങ്ങനെയാണോ? സോറി, കറക്റ്റ് എന്നല്ല, ക്വസ്റ്റ്യനിൽ ഞാൻ വായിച്ചതിൻ്റെ മിസ്റ്റേക്കാണ്, ഇൻകറക്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. കറക്റ്റ് എന്നാണ് വന്നിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാം കറക്റ്റായിരുന്നു. നമ്മൾ 2 ഒഴിവാക്കി പറഞ്ഞു, ഇൻകറക്റ്റ് എന്നാണ് കേട്ടോ. കണ്ടോ എനിക്ക് സംഭവിച്ച മിസ്റ്റേക്ക് ഉണ്ടോ? ഇതാണ് നമ്മുടെ പരീക്ഷ എഴുതാതിരിക്കുന്ന പലർക്കും സംഭവിക്കുന്ന മിസ്റ്റേക്ക്. ഇത് നമ്മൾ സംഭവിച്ചു പോകുന്നതാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ കറക്റ്റ് എന്ന് വായിക്കുന്നതിന് പകരം, സോറി, ഇൻകറക്റ്റ് എന്ന് വായിക്കുന്നതിന് പകരം കറക്റ്റ് എന്ന് വായിച്ചു. അപ്പം വ്യത്യസ്തമായ ആൻസറാണ് കിട്ടിയത്, മൊത്തം ഉൾട്ടയാണ് കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ പരീക്ഷ ഹാളിലിരിക്കുന്ന പലർക്കും സംഭവിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യണം? ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. ഇപ്പം ഞാൻ ആ വേഗത്തിൽ വായിച്ചപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചില്ല. ഇൻകറക്റ്റ്, ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒറ്റ പോയിൻ്റേ ഉള്ളൂ. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി കണ്ടെയ്ൻഡ് 25 അല്ല 22 പാർട്സ് ആണ്. 12 ഷെഡ്യൂൾ അല്ല 8 ഷെഡ്യൂളാണ്. അപ്പോൾ ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ഇൻകറക്റ്റ് ചോദിച്ചുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ നേരത്തെ ഇൻകറക്റ്റ് വരാൻ കറക്റ്റ് എന്നാണ് കിടന്നിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊഴികെ 1 and 3 ആണ് ആൻസറായി വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് only 1 ആണ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ആർ ഇൻകറക്റ്റ്? ഇതും ഇൻകറക്റ്റ് ആണ്, നേരത്തെ പറ്റിയ അബദ്ധം പറ്റുന്നില്ല. ഇൻകറക്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഇൻകറക്റ്റ് നോക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ലിസ്റ്റഡ് ഇൻ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കറക്റ്റാണ്, 3-ാം ഭാഗത്തല്ലേ. അപ്പം നമുക്ക് വേണ്ട, ശരിയായി നമുക്ക് വേണ്ട. അടുത്തത്, ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പ്യുവർലി ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി ഈസിലി അമെൻഡഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പ്യുവർലി ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി ഈസിലി അമെൻഡഡ്. എല്ലാം അങ്ങനെയാണോ? അല്ലല്ലോ. പാർട്ടിലി ഫ്ലെക്സിബിൾ, പാർട്ടിലി റിജിഡ് എന്നല്ലേ പഠിച്ചത്. അപ്പോൾ അത് തെറ്റാണ്, അത് നമുക്ക് വേണം. അപ്പോൾ 2 വേണം. 3, ഇന്ത്യ ഫോളോസ് എ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് സിമിലർ ടു USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. തെറ്റല്ലേ? പാർലമെൻ്ററി സിസ്റ്റം ലൈക്ക് ബ്രിട്ടൻ, അതല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻകറക്റ്റാണ്. അപ്പോൾ 2ഉം 3ഉം ഇൻകറക്റ്റ്, ഫസ്റ്റ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് അല്ലേ വേണ്ടത്. അപ്പം സി ഓപ്ഷനല്ലേ കറക്റ്റ്, 2 and 3 എന്നല്ലേ വരേണ്ടത്. കറക്റ്റ്, അങ്ങനെ തന്നെയാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. അത് കഴിഞ്ഞു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്, നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ്. അത് ഈ കീവേഡ് നമ്മളെ കുഴപ്പിച്ച് കളയും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പം കീവേഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. അപ്പോൾ അത് വിളിച്ച് നമ്മളെ നോക്കിപ്പിക്കും പലപ്പോഴും. അതെന്താണ് അണ്ടർലൈൻ ചെയ്തത്? കറക്റ്റാണോ, ഇൻകറക്റ്റ് ആണോ, അല്ലെങ്കിൽ ട്രൂ ആണോ എന്നൊക്കെ പറഞ്ഞു തന്നിരിക്കുമല്ലോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കറക്റ്റാണ്, ഇൻകറക്റ്റ് അല്ല. അപ്പോൾ നമുക്കിവിടെ ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താ പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്.
കറക്റ്റാണ്, നമുക്ക് വേണ്ടത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ 1 വേണം. അടുത്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ 44th Amendment Act. അത് കറക്റ്റ് അല്ല. 44th അല്ലല്ലോ, 42nd Amendmentലൂടെയല്ലേ. അപ്പോൾ നമുക്കത് വേണ്ട, നമുക്ക് കറക്റ്റ് ആണ് വേണ്ടത്. 1 വേണം, ഇത് വേണ്ട. അടുത്തത് 3ാമത്തെ നോക്കൂ. ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആർ നോൺ ജസ്റ്റിസിബിൾ, നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്ട്. കറക്റ്റ് അല്ലേ? അപ്പം അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്ക് വേണം. വേണ്ടത് എന്താണ്? ആദ്യത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ് വേണം. 3ാമത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസീസ് ആർ നോൺ ജസ്റ്റിസിബിൾ. കറക്റ്റ്. ഇത് 2ഉം വേണം. അപ്പോൾ 1ഉം 3ഉമല്ലേ? ഡി ഓപ്ഷനല്ലേ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. 2ാമത് കിടക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ 1ഉം 3ഉം കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? കീവേഡ് എന്താണ്? കറക്റ്റാണ്, ശരിയാണ് നമുക്ക് വേണ്ടത്. ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് ആസ് ഇറ്റ് ഡസ് നോട്ട് അപ്ഹോൾഡ് എനി പർട്ടിക്കുലർ റിലീജിയൻ. ഇന്ത്യ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് ആസ് ഇറ്റ് ഡസ് നോട്ട് അപ്ഹോൾഡ് എനി പർട്ടിക്കുലർ റിലീജിയൻ. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ ഉയർത്തി കാണിക്കുന്നില്ല, ഔദ്യോഗിക മതമായി കാണിക്കുന്നില്ല. ശരി, അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ് ആ പോയിന്റ്. 2, ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ദി പവർ ടു അപ്പോയിൻറ്റ് ഗവർണർ ഓഫ് ഈച്ച് സ്റ്റേറ്റ്. ഓരോ സംസ്ഥാനത്തെയും ഗവർണർ നിയമിക്കാനുള്ള പവർ രാഷ്ട്രപതിക്കാണ്. 155ാം വകുപ്പ് പ്രകാരം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അതും കറക്റ്റ് അല്ലേ? അടുത്ത, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇൻ ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ 42nd Amendment Act. പൊട്ടത്തെറ്റല്ലേ? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 61st Amendment Actലൂടെ അല്ലേ? അപ്പം ശരി, 2 ഉള്ളൂ. 1 and 2 ആണ് ഇവിടെ ആൻസറായി വരുന്നത്. നോക്കാം, 1 and 2 കറക്റ്റ് തന്നെയാണ്. ക്ലിയർ അല്ലേടോ? എളുപ്പമല്ലേ ഇത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ ഇൻകറക്റ്റ്? ഇത് തെറ്റാണ് നമുക്ക് വേണ്ടത്. ശരി വേണ്ട. എന്താ പറയുന്നത്? ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഹാവ് പ്രൊവിഷൻസ് ഓഫ് എമർജൻസി സിറ്റുവേഷൻ. ഈ എമർജൻസി സിറ്റുവേഷനെ കുറിച്ച് ഭരണഘടനയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രൊവിഷനും ഇല്ല എന്നാണ്. തെറ്റല്ലേ? 3 തരം എമർജൻസി പറഞ്ഞിട്ടില്ലേ? അപ്പം നമുക്ക് ആ പോയിന്റ് വേണം. അത് ഇൻകറക്റ്റാണ്, നമുക്ക് ഇൻകറക്റ്റാണ് വേണ്ടത്. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഈസ് എ ഫ്യൂച്ചർ ഇൻറ്റൻഡഡ് ടു പ്രൊമോട്ട് നാഷണൽ ഇൻറ്റഗ്രേഷൻ. ശരിയല്ലേ? നാഷണൽ ഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ടല്ലേ ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് കൊണ്ടുവന്നത്? അത് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേണ്ട. അടുത്ത് നോക്കൂ, ദി ജുഡീഷ്യറി ഇൻ ഇന്ത്യ ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. പ്യുവറായിട്ടുള്ള കറക്റ്റ് അല്ലേ അത്? എക്സിക്യൂട്ടീവിൽ നിന്നും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറിൽ നിന്നും പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ലേ ഇന്ത്യൻ ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത്? അങ്ങനെയല്ലേ പ്രവർത്തിക്കേണ്ടത്? അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ നമുക്കൊരു ഇൻകറക്റ്റ് ആണ് ഇവിടെ വേണ്ടതെങ്കിൽ ഒറ്റ പോയിൻ്റേ ഇൻകറക്റ്റായിട്ട് ഇവിടെ ഉള്ളൂ. ഏത് പോയിൻ്റാണ് നോക്കാം നമുക്ക്. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഹാവ് പ്രൊവിഷൻ ഫോർ. അത് കറക്റ്റാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഈസ് ഫ്യൂച്ചർ, അതും കറക്റ്റാണ്. ദി ജുഡീഷ്യറി ഇൻ ഇന്ത്യ ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. അപ്പോൾ എന്താണ് ഇവിടെ? ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഹാവ് പ്രൊവിഷൻ എന്ന് പറയും. ഇത് തെറ്റല്ലേ? ഇത് ഇൻകറക്റ്റാണ്. നമുക്ക് വേണ്ടത് ഇൻകറക്റ്റാണ്. അപ്പോൾ 1 വേണം, നമുക്ക് 1 വേണം. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഈസ് എ ഫ്യൂച്ചർ ഇൻറ്റൻഡ് ടു പ്രൊമോട്ട് നാഷണൽ ഇൻറ്റഗ്രേഷൻ. അത് കറക്റ്റാണ്, നമുക്ക് വേണ്ട. ദി ജുഡീഷ്യറി ഇൻ ഇന്ത്യ ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻസ് ഓഫ് എക്സിക്യൂട്ടീവ്. ഇത് കറക്റ്റാണ്, അതും വേണ്ട നമുക്ക്. അപ്പോൾ ഒൺലി 1 അല്ലേ ഇവിടെ ആൻസർ? ഒരെണ്ണം മാത്രമല്ലേ ഇവിടെ തെറ്റായിട്ട് വരുന്നുള്ളൂ? കറക്റ്റാണ് കേട്ടോ. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അല്പം ടൈം എടുക്കും, നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് നിങ്ങൾ പരിഹരിച്ചേ മതിയാവും. റിപ്പീറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുക, പഠിക്കുക, സാവകാശം ക്വസ്റ്റ്യൻ വായിക്കുക, കീവേഡ് മനസ്സിൽ പതിപ്പിക്കുക, അണ്ടർലൈൻ ചെയ്തിട്ട് മനസ്സിൽ പതിപ്പിക്കുക. ഇതേ ഉള്ളൂ മാർഗം ഇതിന് തെറ്റാതിരിക്കാൻ. ഹൂ ഓർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കസ്റ്റോഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? എല്ലാവർക്കും അറിയാം. കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഗാർഡിയൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറ്റ ആൻസറേ ഉള്ളൂ, സുപ്രീം കോർട്ട്. ഇല്ലേ? പ്രസിഡൻ്റ് അല്ല, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. പ്രൈം മിനിസ്റ്റർ അല്ല, അദ്ദേഹം ക്യാബിനറ്റിൻ്റെ ഹെഡാണ്.
ലോക്സഭ സെക്രട്ടേറിയറ്റ് അല്ല, അതല്ല, ദി സുപ്രീം കോർട്ടാണ് ഇവിടെ ആൻസർ. ഡി ഓപ്ഷൻ, സുപ്രീം കോർട്ട് തന്നെയാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. അടുത്ത നോക്കൂ നമ്മൾ, വേർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഇക്കണോമിക് ജസ്റ്റിസ് ഹാസ് ബീൻ പ്രൊവൈഡഡ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്. ഇന്ത്യൻ ഭരണഘടനയിൽ അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടില്ല, പഠിക്കും. ഇക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? അത് നോക്കൂ, എവിടെയാണ്? മെൻ്റൽ റൈറ്റ്സ് പറഞ്ഞിരിക്കുന്നതാണോ, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിരിക്കുന്നതാണോ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞിരിക്കുന്നതാണോ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ തന്നെയാണ്. അവിടെ ഇക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് വിശദമായി തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്? എല്ലാത്തരം ആൾക്കാർക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു അവസരം ലഭ്യമായിരിക്കണം. വരുമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിതരണത്തിൽ നീതിപൂർവമായൊരു സമീപനം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് കേട്ടോ. അത് നമുക്ക് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദി മെത്തേഡ് ഓഫ് അമെൻഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ പോപ്പുലർ വീറ്റോ ഈസ് ഫൗണ്ട് ഇൻ. നല്ല ചോദ്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഫീച്ചേഴ്സൊക്കെ പഠിക്കുന്നതിൻ്റെ ഔട്ട് ഓഫ് ഏരിയ എന്ന് വന്ന ചോദ്യമാണ്. മെത്തേഡ് ഓഫ് അമെൻഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ പോപ്പുലർ വീറ്റോ ഈസ് ഫൗണ്ട് ഇൻ ബ്രിട്ടൻ, സ്വിറ്റ്സർലാൻഡ്, റഷ്യ, ഇന്ത്യ. എവിടെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അമെൻഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ പോപ്പുലർ വീറ്റോ? അപ്പോൾ ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കുക. പോപ്പുലർ വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണഘടനാ ഭേദഗതിയിൽ ഭാഗഭാക്കാകാൻ കഴിയും. ജനങ്ങൾക്ക് വീറ്റോ ചെയ്തുകൊണ്ട് ആ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാൻ കഴിയുന്നത് എവിടെയായിരിക്കും? ഡയറക്റ്റ് ഡെമോക്രസി ഉള്ളിടത്തല്ലേ അങ്ങനെ ജനങ്ങൾക്ക് അധികാരമുണ്ടാവുകയുള്ളൂ. ഭരണഘടനാ ഭേദഗതിയിൽ ജനങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നത് ഏത് രാജ്യത്തെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്താണ് ഡയറക്റ്റ് ഡെമോക്രസി ഉള്ളത്? ഒരു സംശയവും വേണ്ട. ഡയറക്റ്റ് പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണം സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ജനങ്ങൾക്ക് ബൈ പോപ്പുലർ വീറ്റോയിലൂടെ അല്ലെങ്കിൽ ബൈ പോപ്പുലർ വീറ്റോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും സ്വിറ്റ്സർലൻഡിലാണ്. കാരണം അത് ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഒരു പ്രത്യേകതയാണ് എന്ന് ഓർക്കുക. ഇനി നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി മീൻസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി മീൻസ് എന്താണ്? ഈ മൊണാർക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം വേർ ദർ ഈസ് ഓൺലി വൺ പേഴ്സൺ, രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. കിങ് എന്നും ക്യൂൻ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭരണം നടത്തുന്നതല്ലേ നമ്മൾ മൊണാർക്കി എന്നൊക്കെ പറയുന്നത്. രാജവാഴ്ച എന്നൊക്കെ നമ്മൾ പറയാം. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറഞ്ഞാൽ ആ രാജവാഴ്ചയെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നിയന്ത്രിക്കുന്നത് തന്നെയാണ്. അതായത് രാജാവിന് തീരുമാനങ്ങൾ എടുക്കാം, പ്രവർത്തിക്കാം, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം. അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്തായിരിക്കാം? ദി കിങ് എക്സസൈസ് പവർ ഗ്രാൻറ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് ഇവിടെ ആൻസർ. പവർ ഗ്രാൻറ്റഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന പവർ അനുസരിച്ച് കിങ് പ്രവർത്തിക്കുന്നതിനെയാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അഥവാ ഡെമോക്രാറ്റിക് മൊണാർക്കി, പാർലമെൻ്ററി മൊണാർക്കി എന്നൊക്കെ നമ്മളിതിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് കിങ് എക്സസൈസ് പവർ ഗ്രാൻറ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ ആയോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് ഡെമോക്രസി ഡു വി ഫോളോ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏത് തരം ഡെമോക്രസിയാണ്, ഏത് തരം ജനാധിപത്യമാണ്? ഡയറക്റ്റ് ആണോ? ഒരിക്കലും അല്ല. ഇനി നോക്കൂ, നമ്മൾ ഇവിടെ ഡെമോക്രസി വരുമ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഡയറക്റ്റ് ഇലക്ഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് ഇലക്ഷനും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഡെമോക്രസി നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ പ്രസിഡൻഷ്യൽ റൂളാണോ, നമ്മൾ പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഭരണമാണോ? അല്ല, അതുമല്ല നമ്മൾ ചെയ്യുന്നത്. റെപ്രസെൻറ്റേറ്റീവ്, പ്രതിനിധികൾ ഭരിക്കുന്നതല്ലേ, അത് തന്നെയാണ്. അപ്പോൾ ആൻസർ റെപ്രസെൻറ്റേറ്റീവ്, അല്ലാതെ ഡിക്റ്റേറ്റർഷിപ്പും അല്ല, ഏകാധിപത്യ ഭരണവും അല്ല. നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റമാണ് നമ്മുടെ ഭരണത്തിൻ്റെ പ്രത്യേകത. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നോക്കൂ, വിച്ച് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം ഇൻ ഡെമോക്രസി? ഈ ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം ഏത് നോക്കൂ. സോഷ്യൽ സിസ്റ്റമാണോ, പൊളിറ്റിക്കൽ സിസ്റ്റമാണോ, എക്കണോമിക് സിസ്റ്റമാണോ, ഗവൺമെൻറ്റൽ സിസ്റ്റമാണോ? ഡെമോക്രസിയിൽ വരുന്നത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സിസ്റ്റം, അതിനല്ലേ നമ്മൾ ഡെമോക്രസി എന്നൊക്കെ പറയുന്നത്. അടുത്ത നോക്കൂ, ഹൂ അഡ്രസ്
the parliament at the commencement of first session after each general election and first session of each year. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഹൂ അഡ്രസ്സസ് ദി പാർലമെൻറ്റ് അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് സെഷൻ ആഫ്റ്റർ ജനറൽ ഇലക്ഷൻ ആൻഡ് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് എവറി ഇയർ. നമുക്കറിയാം ഓരോ വർഷത്തെ ആദ്യ സമ്മേളനത്തെയും പാർലമെൻറ്റ് സമ്മേളനത്തെയും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുന്ന ആദ്യ പാർലമെൻറ്റ് സമ്മേളനത്തെയും അഡ്രസ്സ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ പ്രസിഡൻ്റാണ്. അതിനാണ് നമ്മൾ നയപ്രഖ്യാപനം എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സംസ്ഥാനത്താണ് ഈ ഗവർണറാണ്. അപ്പോൾ ഒരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യം കൂടുന്ന പാർലമെൻറ്റിനെ വർഷത്തിലെ ആദ്യത്തെ പാർലമെൻറ്റ്, വർഷത്തിൽ 3 പാർലമെൻറ്റ് സമ്മേളനങ്ങൾ നടക്കണം എന്നാണ്. 2 എണ്ണമെങ്കിലും നിർബന്ധമായിട്ട് നടക്കണം. 3 സമ്മേളനങ്ങളുണ്ട്, അതിൽ 2 സമ്മേളനങ്ങളെങ്കിലും നടക്കണം. 2 പാർലമെൻറ്റ് സമ്മേളനങ്ങൾ തമ്മിലുള്ള കാലാവധി 6 മാസത്തിൽ കൂടാനും പാടില്ല. പാർലമെൻറ്റ് എടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. ഇവിടെ നിങ്ങൾ ഓർക്കണം, ഈ ആരാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൂടുന്ന ആദ്യ പാർലമെൻറ്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ വർഷത്തെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഒരു സംശയം വേണ്ട, ദി പ്രസിഡൻറ്റ്, രാഷ്ട്രപതിയാണ് അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. ഇനി നോക്കൂ, ദി ടേം നോമിനൽ ഹെഡ് ഓഫ് കൺട്രി ഈസ് ബോറോഡ് ഫ്രം. നോമിനൽ ഹെഡ്, നാമമാത്ര തലവൻ, രാഷ്ട്രപതി തന്നെയാണ്. ആ സിസ്റ്റം കടം വാങ്ങിയത് എവിടെ നിന്നാണ്? പാർലമെൻ്ററി സിസ്റ്റമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിലൊരു നോമിനൽ ഹെഡ് വരുന്നത് തീർച്ചയായിട്ടും ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കടം വാങ്ങിയത്. അവിടുന്ന് തന്നെയാണ് കടം വാങ്ങിയത്, ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. നോമിനൽ ഹെഡ് എന്ന് പറയുന്ന ആ ഒരു പദം നമ്മൾ കടം വാങ്ങിയത് ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? നോക്കൂ, ദി ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്രൈസ്ഡ് ഓഫ്. ഏതൊക്കെയാണ് ഫിലോസഫിക്കൽ പാർട്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിലോസഫിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അമേരിക്കയിൽ നിന്നും അയർലൻഡിൽ നിന്നുമാണ് ഫിലോസഫിക്കൽ പാർട്ട് കടം വാങ്ങിയത്, അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമേരിക്കയിൽ നിന്ന്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അയർലൻഡിൽ നിന്ന്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സി ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് സി അല്ല, എ ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് 2 ആൻസർ കിടക്കുകയാണ് കേട്ടോ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ്, ശരിക്ക് ഒന്നിലധികം ആൻസർ കിടക്കുകയാണ്. സാരമില്ല, അത് ക്വസ്റ്റ്യനിൽ വന്ന ചെറിയൊരു റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ 2 ആൻസർ കിടപ്പുണ്ട്. അതിൽ സിയും എയുമാണ് ഇവിടെ വരുന്നത് ആൻസർ. കാരണം ഒരേപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസി, എയിലും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. യെസ്, അടുത്തത് നോക്കൂ. ഇൻ വാട്ട് ഡസ് ദി ഇന്ത്യൻ പാർലമെൻറ്റ് എക്സസൈസ് കൺട്രോൾ ഓവർ ദി അഡ്മിനിസ്ട്രേഷൻ? ഇൻ വാട്ട് ഡസ് ഇന്ത്യൻ പാർലമെൻറ്റ് എക്സസൈസ് കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ? ത്രൂ പാർലമെൻ്ററി കമ്മിറ്റീസ്. നമ്മൾ പാർലമെൻറ്റിൽ നോക്കൂ, ഇൻ വാട്ട് ഡസ് ഇന്ത്യൻ പാർലമെൻറ്റ് എക്സസൈസ് കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ അഡ്മിനിസ്ട്രേഷനെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഏതിലൂടെയാണ്? ത്രൂ പാർലമെൻ്ററി കമ്മിറ്റി ആണോ, ത്രൂ കൺസൾട്ടേറ്റീവ് കമ്മിറ്റീസ് ഓഫ് വേരിയസ് മിനിസ്റ്റേഴ്സ് ആണോ, ബൈ മേക്കിംഗ് ദി അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെൻഡ് പീരിയോഡിക് റിപ്പോർട്ട്സ് ആണോ, ബൈ കമ്പലിംഗ് ദി എക്സിക്യൂട്ടീവ് ടു ഇഷ്യൂ റിട്ട്സ് ആണോ? ഇവിടെ നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റ് എക്സസൈസ് കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഏതിലൂടെയാണ്? ഒരു സംശയം വേണ്ട, അതിനാണ് നിരവധി പാർലമെൻ്ററി കമ്മിറ്റികളുള്ളത്. പാർലമെൻ്ററി കമ്മിറ്റി, ഇവിടെ ആൻസർ വരുന്നത് ത്രൂ പാർലമെൻ്ററി കമ്മിറ്റി. എ ഓപ്ഷൻ തന്നെയാണ്. പാർലമെൻറ്റിൽ 2 തരം കമ്മിറ്റികൾ നമ്മൾ ഇനി പഠിക്കും. ഏതൊക്കെയാണ്? സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അഡ്ഹോക്ക് കമ്മിറ്റിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരം കമ്മിറ്റി, തുടർച്ചയായി നടത്തപ്പെടുന്ന കമ്മിറ്റി, തുടർച്ചയായി ഉള്ള കമ്മിറ്റി. എന്നാൽ അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോയിൻറ്റഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, താൽക്കാലികമായ കമ്മിറ്റികളാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തന്നെ പല ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. നിങ്ങൾ PAC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്, എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഈ കമ്മിറ്റികളിലൂടെയാണ് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്, എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നൈം ദി പേഴ്സൺ ഹൂ ലേബിൾഡ് ഫെഡറലിസം as കോസി ഫെഡറൽ. ഫെഡറലിസത്തെ, നമ്മുടെ ഫെഡറലിസത്തെ കോസി ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചതാര്? ഞാൻ പഠിപ്പിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു സംശയമുണ്ട, KC വിയർ ആണ്. ആരാണ്? KC വിയർ. സി ഓപ്ഷനാണ്
ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം വരരുത്. KC വിയർ എന്നാണ് കിടപ്പുള്ളത്. സി ഓപ്ഷനാണ്. KC വിയർ, കെന്നത്ത് ക്ലിൻറ്റൺ വെയർ. എവിടെയാണ്? ഓസ്ട്രേലിയൻ അക്കാഡമിക് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? കറക്റ്റാണ് നമുക്ക് വേണ്ടത്. ദി കൺസെപ്റ്റ് ഓഫ് ഫെഡറലിസം ഹാവ് ബീൻ ടേക്കൺ ഫ്രം ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. തെറ്റല്ലേ? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നല്ലേ ഫെഡറലിസം നമ്മൾ എടുത്തത്. ദി കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹാവ് ബീൻ ടേക്കൺ ഫ്രം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ശരിയല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമേരിക്കയിൽ നിന്നല്ലേ എടുത്തിട്ടുള്ളത്. ഐഡിയ ഓഫ് റെസിഡ്യൂറി പവർ ഹാവ് ബീൻ ടേക്കൺ ഫ്രം ജാപ്പനീസ്. തെറ്റാണ്. അതും കാനഡയിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ദി ഐഡിയ ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ് ഹാവ് ബീൻ ടേക്കൺ ഫ്രം ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? റൈറ്റ് ആണോ റോങ് ആണോ വേണ്ടത്? കറക്റ്റാണ് വേണ്ടത്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ഫെഡറലിസം ഹാവ് ബീൻ ടേക്കൺ ഫ്രം ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ തെറ്റാണ്, അത് വേണ്ട. 2, കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹാവ് ബീൻ ടേക്കൺ ഫ്രം അമേരിക്ക വേണം, 2 വേണം. ഐഡിയ ഓഫ് റെസിഡ്യൂറി പവർ ഹാവ് ബീൻ വേണ്ട, ജാപ്പനീസ് അല്ല, അത് കാനഡയാണ്. അപ്പോൾ അതും നമുക്ക് വേണ്ട. നമുക്ക് 2 ഇവിടെ കറക്റ്റായിട്ട് വന്നത്. ഇനി 4 നോക്കാം. ദി ഐഡിയ ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ് ഹാവ് ബീൻ ടേക്കൺ ഫ്രം ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയാണ്. അപ്പോൾ 2ഉം 4ഉമാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ 2ഉം 4ഉം എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. നമുക്ക് നോക്കാം. ഒള്ളി 2 and 4 ആണ് ഇവിടെ ആൻസറായി വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് നിർബന്ധമാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് പുതിയ ക്ലാസ്സുമായി ഉടനെ തന്നെ കാണാം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 2 ടോപ്പിക്കാണ് വിത്ത് റിവിഷൻ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.